പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:6. അപ്പസ്തോലന്മാരുടെ വചനപ്രഘോഷണവും ജനത്തിൻ്റെ മാനസാന്തരവും കണ്ട് തെസ്സലോനിക്കയിലെ ജനങ്ങൾ പറഞ്ഞു, ലോകത്തെ തലകീഴ് മറിച്ച ഈ മനുഷ്യരിതാ ഇവിടെയും വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ലോകം മുറുകെ പിടിച്ചിരിക്കുന്ന അന്ധകാര മൂല്യങ്ങളെ, നശ്വര മൂല്യങ്ങളെ ദൈവിക മൂല്യങ്ങളാൽ, നിത്യസത്യങ്ങളാൽ, സനാതന മൂല്യങ്ങളാൽ, സ്വർഗീയ മൂല്യങ്ങളാൽ തലകീഴ് മറിക്കേണ്ടവരാണ് ദൈവജനം. അതിന് കർത്താവ് പറയും. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ നാം വായിക്കും. യാക്കോബിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും സന്തതികൾക്കുമായി ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. സഹോദരങ്ങളെ, അബ്രാഹത്തോടും ഇസഹാക്കിനോടും ദൈവം ചെയ്ത വാഗ്ദാനം യാക്കോബിനോടും അവിടുന്ന് ആവർത്തിക്കുന്നു. ഇന്ന് കർത്താവായ ദൈവം സ്വന്തം ജനമായ നമ്മോട് ആ വാഗ്ദാനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് തൻ്റെ ജനം വർദ്ധിച്ചു പെരുകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ നാം കണ്ടു. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലുള്ള എല്ലാ ഗോത്രങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. സങ്കീർത്തകനിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 115 നാം വായിക്കുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് തൻ്റെ ജനത്തെ ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ജനമേ, കർത്താവായ ഈശോ മിശിഹായെ അനുസരിച്ച് ജീവിക്കാം. സകല ജനതകൾക്കും ലോകത്തിനും അനുഗ്രഹവും ഐശ്വര്യവുമായി മാറാം. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രവിക്കാം, അതനുസരിച്ച് ജീവനുള്ളവരാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിക്കും, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അവൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വയലുകളിലും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.